ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ എത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുകയാണ്. ECIR രജിസ്റ്റർ ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്വേഷണ പരിധിയിൽ വരിക? വിശദമായി പരിശോധിക്കുകയാണ് ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, നേരത്തെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അതിന് പിന്നിൽ അന്തർ സംസ്ഥാന ബന്ധമുണ്ട്, അന്താരാഷ്ട്ര ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ കേസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ എത്തണമെന്നാണ്. പക്ഷേ അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഉൾപ്പെടെ വ്യക്തമാക്കിയ കാര്യം CBI ഈ കേസ് അന്വേഷിക്കാൻ വരേണ്ടതില്ല, കാരണം ഇതിന് അന്തർ സംസ്ഥാന ബന്ധം മാത്രമാണുള്ളതെന്നാണ്. പക്ഷേ ഈ കേസിന്റെ ഒരു സ്വഭാവം, അതായത് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിനടക്കം ഇതിൽ ബന്ധമുണ്ടെന്ന് നേരത്തെ കോടതി ഉൾപ്പെടെ നിരീക്ഷിച്ചതാണ്, ആ രീതിയിലുള്ള സംശയം പ്രകടിപ്പിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പല ഉന്നതരിലേക്കും അന്വേഷണം നീങ്ങുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നു. അതായത് തന്ത്രിയെ SIT കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നു. ആദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ എത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ്. ആജ്ഞ, എന്തൊക്കെയായിരിക്കും അന്വേഷണ പരിധിയിൽ വരിക? ആദ്യമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ സ്വർണ്ണക്കൊള്ള വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ SIT ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യത്തിലൊക്കെയും മറ്റുള്ള നിരവധി ആളുകളെ ചോദ്യം ചെയ്യാൻ എടുക്കുന്ന സാഹചര്യത്തിലൊക്കെയും ED ഇതിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് SIT സമീപിച്ചത്. പക്ഷേ അത് SIT നൽകാൻ തയ്യാറായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായിരുന്നു ആ കേസ് നടന്നിരുന്നത്. അത് ഹൈക്കോടതിയുടെ ഉത്തരവില്ലാതെ അതിൽ SITക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതേസമയം കൊല്ലം കോടതിയാണ് പിന്നീട് EDക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ നൽകാൻ SITയോട് ആവശ്യപ്പെടുന്നത്. അതിനുശേഷമാണ് SIT ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിന്റെ അടക്കമുള്ള രേഖകൾ EDക്ക് കൈമാറുന്നത്. ഈ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ED സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ EDക്ക് ലഭിച്ചിരുന്നു. ഈ കൊച്ചിയിലെ സോണൽ ഓഫീസുമായി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ നിർണായക നീക്കം. തന്ത്രിയെ SIT ചോദ്യം ചെയ്യുകയാണ്. SIT തന്ത്രിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വളരെ സുപ്രധാനമായ നീക്കമാണ്. തന്ത്രി കണ്ഠരര് രാജീവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു. വിവരങ്ങൾ. നേരത്തെ തന്നെ മകരവിളക്കിന് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായൊരു നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച തന്നെ അങ്ങനെയൊരു ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കേസുമായി ബന്ധപ്പെട്ട തന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ വളരെ സുപ്രധാനമായൊരു നീക്കമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ചോദ്യം ചെയ്യാനായി തന്ത്രി കണ്ഠരര് രാജീവരെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തിയത്. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിന് പിന്നിൽ തന്ത്രിക്ക് കൃത്യമായ ഒരു പങ്കുണ്ട് എന്ന് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് ആദ്യം കണ്ടെത്തിയത്. അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിന്റെ മറ്റ് വശങ്ങളിലേക്ക് കടക്കുകയും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൈമാറുകയും ചെയ്തിരുന്നു. അപ്പോൾ മുതൽ തന്നെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഈ കേസുമായി ബന്ധമുള്ള ഈ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോറ്റിയുമായി പല സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം എന്നും തന്ത്രി കണ്ഠരര് രാജീവരെന്നും നേരത്തെ തന്നെ മാത്രം ഒരു കടുത്ത നടപടിയിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിലായിരുന്നു ഉദ്യോഗസ്ഥർ. അങ്ങനെ സുപ്രധാനമായ ഒരു ചോദ്യം ചെയ്യൽ, അതിനൊടുവിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന തരത്തിൽ എത്തുമോ? ഇനി സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണോ അതിന് ബാക്കിയാകുന്നത് എന്നതൊക്കെ ഇനി
അറിയാനുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വൈകാതെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില അറസ്റ്റ് കൂടി നടന്നേക്കുമെന്നുള്ള സൂചനകളുണ്ട്. അത് രാഷ്ട്രീയമായി ഉന്നത ബന്ധമുള്ളവരാണോ അതോ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഈ ശബരിമലയിലെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നവരാണോ? ഈ കാര്യങ്ങളിലാണ് ഒരു വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കേസുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ ബന്ധം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ ആദ്യം ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച ശേഷമാണ് വിശദമായ ചോദ്യം ചെയ്യലിനായി വീണ്ടും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനുള്ള നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘം തന്ത്രി കണ്ഠരര് രാജീവർക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയും അതിനൊടുവിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. യെസ്, വളരെ സുപ്രധാനമായ നീക്കമാണ്. തന്ത്രി കണ്ഠരര് രാജീവരെ SIT ചോദ്യം ചെയ്യുന്ന SIT അല്പസമയം മുമ്പാണ് കസ്റ്റഡിയിലെടുത്തത്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. TG സജിത്ത് കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. സജിത്ത്, നേരത്തെ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ച കാര്യം, ഇതിനെല്ലാം പിന്നിലൊരു ദൈവതുല്യനുണ്ട് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷെ ആരാണ് ആ ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതായത് അത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണോ അതോ ഈ ആത്മീയ കാര്യങ്ങൾ, ശബരിമലയിൽ ആത്മീയ കാര്യങ്ങൾ കൃത്യമായി പങ്കാളിത്തമുള്ളവരാണോ ഇതിന് പിന്നിൽ എന്ന രീതിയിലുള്ള സംശയങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ തന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ ആ സംശയങ്ങൾക്കൊക്കെ, ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരമാവുകയാണോ? എന്തായിരിക്കും തന്ത്രിക്ക് ഈ കേസിലുള്ള പങ്ക്? ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ SIT തന്ത്രിയെ കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യുന്നത്? ടോം, ഇതിൽ ഏറ്റവും സുപ്രധാനമായൊരു നീക്കത്തിലേക്ക് SIT പ്രത്യേക അന്വേഷണ സംഘം കടന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. യഥാർത്ഥത്തിൽ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം തന്ത്രിയിലേക്ക് എത്താതെ പറ്റില്ല അന്വേഷണ സംഘത്തിന് എന്നതാണ് ഈ കേസിൻ്റെ അന്വേഷണ വഴികൾ. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിൽ വന്നു, എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഈ സ്വാധീനം ഉറപ്പിക്കാൻ അതിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞത് എന്ന പരിശോധനയിൽ തന്ത്രി തന്നെയാണ് അതിൻ്റെ ലിങ്ക് എന്നതാണ് പുറത്തു വന്ന ചില തെളിവുകൾ. കാരണം അവിടേക്ക് എത്തിയത് തന്ത്രിയുടെ സഹായി എന്ന രീതിയിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ ശബരിമലയിൽ ഉണ്ടായത്. അപ്പോൾ ഈ ലിങ്ക് ആരംഭിക്കുന്നത് തന്ത്രി കണ്ഠരര് രാജീവരിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഇടപാടുകൾ ഉണ്ടായത് എന്നത് തന്നെയാണ്. ഈ കാര്യങ്ങൾ മുമ്പ് കണ്ഠരര് രാജീവർ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മുമ്പ് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം കണ്ഠരര് രാജീവരിൽ നിന്നും ചില വിവരങ്ങൾ തേടുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വിവരം തേടുകയും ചെയ്തതാണ്. അതിന് ഒടുവിലാണ് ഇപ്പോൾ SIT അവരുടെ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന ചില സൂചനകൾ ഉണ്ടാവുന്ന ഈ നീക്കത്തിൽ കണ്ഠരര് രാജീവരെ ഇപ്പോൾ ഒരു രഹസ്യ കേന്ദ്രത്തിൽ, തിരുവനന്തപുരത്തെ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് മുന്നിൽ അറിയാനുള്ളത്. അതിൻ്റെ ചില സൂചനകളും നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. എന്തായാലും വളരെ സുപ്രധാനമായൊരു നീക്കമാണ്. ശബരിമല തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് SIT നീങ്ങുമോ, അത്ര ഒരു കടുത്ത നീക്കത്തിലേക്ക് തയ്യാറാകുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. കാരണം അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള തുടർ പ്രതികരണ സാധ്യതകളും നീക്കങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ശബരിമല തന്ത്രിയാണ്, ശബരിമലയുടെ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അത്തരം ഒരാളെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് ഒരു കസ്റ്റഡി നീക്കമായി അത് മാറിയെങ്കിൽ വളരെ സുപ്രധാനമായ നീക്കമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ശബരിമലയിലെ സ്വർണ്ണ മോഷണം അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് അന്വേഷണം നടത്താൻ സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വിശദമായി കടന്നു പോകാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ സമയമുണ്ട്. ആ കടന്നു പോവേണ്ടത് സ്വാഭാവികമായും ഈ വഴികളിലൂടെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ശബരിമലയിലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ദേവസ്വം ഭരണാധികാരികൾ, അന്നത്തെ ദേവസ്വം പ്രസിഡന്റ്, അതിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ പ്രമുഖരൊക്കെ അന്വേഷണത്തിൻ്റെ പല നാളുകളിലായി അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലും അറസ്റ്റിലും കോടതി ജയിലുകളിലുമൊക്കെയാണ്. പക്ഷേ തന്ത്രിയിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തിയില്ല എന്ന വലിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യ മൊഴിയെടുക്കൽ തന്നെ കണ്ഠരര് രാജീവരുടെ വഴിയാണ് അവിടെ എത്തിയത്. ഇതിൽ ഈ അന്വേഷണത്തിൽ
സുപ്രധാനമായ ഒരു പങ്ക് കണ്ഠരര് രാജീവർക്കുമുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ നീക്കത്തിലേക്ക് വരുന്നത്. ഇത് അറസ്റ്റിലേക്ക് എത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി രാവിലെ മുതൽ ചോദ്യം ചെയ്യുന്നു എന്നതാണ് വളരെ പ്രധാനമായ കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വഴി തുറന്നു കൊടുത്തത് കണ്ഠരര് രാജീവരാണ്, ഈ തന്ത്രിയാണ് എന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലിലേക്ക് SIT എത്തിയെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ടോം, തീർച്ചയായും സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ തന്ത്രിക്ക് വഴി തുറന്നു കൊടുത്തത്, വാതിൽ തുറന്നു കൊടുത്തത് തന്ത്രിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വാതിൽ തുറന്നു കൊടുത്തത് തന്ത്രിയാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം